പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പം എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? റമദാനൊക്കെ എങ്ങനെ പോകുന്നത്? ഹാപ്പി അല്ലേ? സുഖമല്ലേ? അപ്പം അൽഹംദുലില്ലാ റാത്തായി പോകുന്ന ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് റാത്തായിട്ട് അങ്ങനെ പോണ്. വേറെ എന്തൊക്കെയാണ് വിശേഷം? അപ്പം ഇന്നലത്തെ കുറച്ച് ചെറിയ വീഡിയോസും സ്പെഷ്യലും കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗെയ്സ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നലെ പുകഞ്ഞ മുട്ടൊക്കെ പകർന്ന് പുകയാത്ത നല്ല മുട്ട കേട്ടോ. അപ്പം ഒന്ന് മുട്ട ചമ്മന്തി ഉണ്ട്. അത് ഓട് വെച്ചതുകൊണ്ടാട്ടോ, ഞാൻ വെച്ചതുകൊണ്ടല്ല. മുട്ട ചമ്മന്തി ഉണ്ടാക്കാന്ന് കരുതിയിട്ട് കുറച്ച് മുട്ട ഇട്ടിരിക്കുന്നത് നമ്മളെ റവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. റവ കേക്കിന് കുറച്ച് മുട്ട ഇതിട്ടാണ്ട് ഏലക്കായൻ്റെ പൊടി ഇട്ടാണ്ട് എല്ലാം പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചത്. ഇതിലേക്ക് റവ മിക്സ് ചെയ്യണം. അതേപോലെ മുട്ട പൊടിച്ച് രണ്ട് സെപ്പറേറ്റ് ആക്കട്ടെ. അപ്പോൾ കേസ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൻ്റെ കുറച്ച് ചമ്മന്തി ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണത് ഞാൻ. ഇത് നമ്മളെ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തിയാണ്. ബോട്ടത്തിൽ ഇത് വെള്ള കളറേ കാണും. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുട്ട കൊഞ്ചൊക്കെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കണ്ടോ? ഇത് ഈ മുട്ടയും ഈ ചമ്മന്തിയും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിത് മുട്ടേൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുട്ടയിൽ മുക്കി പൊരിക്കുക. ചമ്മന്തി കുറവാണ്. ഓക്കെ, പക്ഷെ നല്ല പുളി എരിവുണ്ട് കേട്ടോ, കുറച്ച് മതി. അത് ആ മുട്ടയൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് മുട്ടൻ്റെ മാവ് ബീറ്റ് ചെയ്തിട്ട് ഇതിലൊന്ന് മുക്കിക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുണ്ടാക്കുക കേട്ടോ, റവ കേക്ക് പൊരിച്ചെടുക്കുക. നല്ല പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ റവ കേക്ക് റെഡി ആക്കുന്നുണ്ട്, നല്ല സോഫ്റ്റുള്ള റവ കേക്ക് കേട്ടോ. പിന്നെ ഇത് അടക്കട്ടെ. പിന്നെ അടുത്തത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് നമ്മുടെ മുട്ട മസാല, മുട്ട ചമ്മന്തി. അപ്പോൾ ഇത് മുട്ട വെറുതെ ജസ്റ്റ് ഇതാക്കുക, എണ്ണയ്ക്കിടുക. പെട്ടെന്ന് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഒരു കയ്യിൽ ഫോണ പിടിച്ചാണ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇടലും എടുക്കലും കഴിയണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ചൂടിൽ എണ്ണയ്ക്ക് ഇട്ടാണ്ട് എടുക്കണം കേട്ടോ. കണ്ടോ? ഓക്കെ, അപ്പം ബാക്കിയില്ല ചെയ്ത് കേട്ടോ. ഇതാ നമ്മളെ മുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റവ കേക്കും മുട്ട ചമ്മന്തി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടിരട്ടെ. മുട്ട ചമ്മന്തി മനസ്സിലായല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ അത്താഴത്തേക്ക് മീൻ കറിയല്ല കേട്ടോ, മീൻ പറ്റിച്ചൂലേ, ഗ്രേവി മാതിരി അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. നല്ല ഫേദർ കഷ്ണം മീൻ. അപ്പോൾ മീൻ ഗ്രേവി ആക്കി വെച്ചതും തൈരും പപ്പടം മതിയെന്ന് കരുതിയിരുന്നു. പിന്നെ അത്താഴത്തിന് നേരത്തൊന്നും പോകില്ല, എന്ത് കഴിച്ചാലും പോകില്ല, വെള്ളം കുടിക്കുക എന്നുള്ളത് ആ സമയത്തൊന്നും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നാൽ നമുക്ക് ഓഫാക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഓക്കെ, ഇപ്പോഴത്തെ അത്താഴത്തിന് കേട്ടോ നമ്മളെ ഫേദർ മീൻ കറിയല്ലേ, പറ്റിച്ച് വെക്കൂലേ, അത് തൈര് പപ്പടം. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.